ഇട്ടാണ് സോറി. അപ്പോൾ ഹായ് ഗൈസ്, നമ്മൾ പുൽക്കൂട് സെറ്റാക്കാൻ പോവുകയാണ്. ചേട്ടനെ കാത്തു നിന്നാൽ ഒരിക്കലും ഡിസംബർ കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ വരെ കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ പുൽക്കൂട് സെറ്റാക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഊഞ്ഞാലാണ്. അതിൻ്റെ ആ വള്ളിയും കമ്പങ്ങളാണോ ഒക്കെ ഞാൻ അഴിച്ചെടുത്തിട്ട് ആ പെട്ടി മാത്രം ഉണ്ടല്ലോ അത് മാത്രം ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. അത് ഊരിയെടുക്കാൻ തന്നെ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ എടുത്തു. ഭയങ്കര പാടായിരുന്നു. കാരണം അത് വളരെ കെയർഫുൾ ആയിട്ടാണ് ഞാൻ ഊരിയെടുത്തത്. തിരിച്ച് വെക്കണം. ക്രിസ്മസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് തന്നെ വീണ്ടും ഊഞ്ഞാലാക്കാം എന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഓരോ പാർട്സും അഴിച്ചെടുത്തത്. പ്രത്യേകിച്ച് കണ്ടിച്ച് കീറി മുറിച്ചൊന്നുമല്ല, അല്ലാതെ നോർമലി അഴിച്ചെടുത്തതാണ്. തിരിച്ചു വെച്ച് ഇനി പേപ്പറൊക്കെ ഒട്ടിച്ച് അതിനകത്ത് കമ്പൊക്കെ വെച്ച് പുല്ലൊക്കെ വെച്ച് കൂര കണക്കാക്കിയൊക്കെ സെറ്റ് ചെയ്യണം. പുല്ലൊക്കെ എപ്പോഴും കാണും. നമുക്കിവിടെ പശുവൊക്കെ ഉള്ളതുകൊണ്ട് അതിനിറക്കുന്ന പുല്ലിൻ്റെ ബാക്കി വേസ്റ്റ് ഉറപ്പായിട്ടും ഒക്കെ എടുത്ത് ഇനി സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആണ് ഫെയറി ലൈറ്റ്സും ഒക്കെ വാങ്ങിച്ച് നമുക്ക് ഇനി സൂപ്പറാക്കി മാറ്റണം. കുറേ മാതാവിനെയും ഉണ്ണിയേശുവിനെയും സ്റ്റാറുകളും എല്ലാം വെച്ച് ബോൾസ് ഒക്കെ വെച്ച് നമുക്ക് സൂപ്പറാക്കി മാറ്റണം. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്നും അച്ഛൻ, അമ്മ, അനിയൻ, ചേച്ചി, അവളുടെ ബേബിയൊക്കെ വന്നത്. ബാക്കി പണി പിന്നത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം അവരുടെ കൂടെ കളിയായി, ചിരിയായി, ബഹളമായി. പിന്നെ എൻ്റെ നൈനി ബേബി നടക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഫോണിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് എൻ്റെ നൈനി നടക്കുന്നത് ഞാൻ കാണുന്നത്. ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതുകൊണ്ട് അപ്പോൾ നല്ല പരിചയമുണ്ട്. എടുക്കുമ്പോൾ വരും, കുഴപ്പമില്ല, കരച്ചിലൊന്നുമില്ല. പക്ഷെ അവൻ്റെ തള്ളേൻ്റെ തലവട്ടം കണ്ട ഉറപ്പായിട്ട് അവൻ കരഞ്ഞിരിക്കും. അവളെ കണ്ടില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. കയ്യിലൊക്കെ ഇരുന്നോളും, എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും, കളിച്ചോളും, ചിരിച്ചോളും, പ്രശ്നമൊന്നും. പരിചയമില്ലാത്തവരെ കാണുമ്പോഴേ ഉള്ളൂ ഭയങ്കര കരച്ചിൽ. എന്നെയൊന്നും അധികം വീഡിയോ കോളിൽ അവൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിലെപ്പോൾ പോയാലും അവിടെയും പോകാറുണ്ട്. അങ്ങനെ അവന് കണ്ട് നല്ല പരിചയം. എന്നെ കാണുമ്പോഴേ നല്ല വിളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.